അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വീണു കിട്ടിയ വസ്തുവിനെ കുറിച്ചാണ്. വീണു കിട്ടിയ സാധനം എന്ത് ചെയ്യണമെന്നും അതെടുക്കാൻ പാടുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിന് ശരിയായ മറുപടി പറയുകയാണെങ്കിൽ, എന്തെങ്കിലും വസ്തുക്കളോ പണമോ ആളില്ലാതെ കണ്ടെത്തിയാൽ അത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സ്ഥലത്താണെങ്കിൽ എടുക്കണം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കളഞ്ഞു കിട്ടിയ സ്വത്തിനെ പറ്റി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തറിയോ? അതിൻ്റെ പൊതിയും കയറും മനസ്സിലാക്കി വെക്കുക. ഉടമസ്ഥൻ വന്നാൽ അയാൾക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ നിനക്കത് ഉപയോഗിക്കാം. കിട്ടിയ സാധനത്തിൻ്റെ അളവും ഗുണവും തരവും കെട്ടും പൊതിയുമെല്ലാം മനസ്സിലാക്കി അത് സ്വന്തം വസ്തു പോലെ സൂക്ഷിച്ചു വെക്കണം. അതിൻ്റെ ഉടമസ്ഥരാരുമുണ്ടായാൽ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും അത് പരസ്യപ്പെടുത്തണം. അതിൻ്റെ ഉടമസ്ഥരുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും അത് പരസ്യപ്പെടുത്തണം. ഉടമസ്ഥൻ തെളിവ് സഹിതം വന്ന് ചോദിച്ചാൽ അത് കൊടുക്കണം. ഒരു കൊല്ലം പരസ്യപ്പെടുത്തിയിട്ടും ഉടമസ്ഥൻ വന്നില്ലെങ്കിൽ അവനത് സ്വന്തമാക്കി ഉപയോഗിക്കാം. ഔസ് ബിൻ കഅബിന് ഒരു പാത്രം വീണു കിട്ടി. അതിൽ 100 ദീനാർ ഉണ്ടായിരുന്നു. അതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നപ്പോൾ 1 വർഷം പരസ്യപ്പെടുത്തണമെന്ന് അവിടുന്ന് കൽപ്പിച്ചു. അങ്ങനെ പരസ്യം ചെയ്തിട്ടും ഉടമയെ കണ്ടെത്തിയില്ല. പിന്നെയും 3 പ്രാവശ്യം ഈ കാര്യവുമായി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ അതിൻ്റെ കൂടും കയറും സൂക്ഷിച്ചു വെക്കുക. ഉടമ വരികയാണെങ്കിൽ അയാൾക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ നിനക്കത് ഉപയോഗിക്കാം എന്ന് ബുഖാരിയിൽ ഹദീസാണ്. എന്നാൽ വീണ് കിട്ടിയത് പെട്ടെന്ന് ചീത്തയായി പോകുമെന്ന ഭക്ഷ്യപദാർത്ഥങ്ങളോ മറ്റോ ആണെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അതെടുത്ത് ഉപയോഗിക്കാം. നിസാരമായ വസ്തുവാണ് വീണ് കിട്ടിയതെങ്കിൽ ഉടമ അന്വേഷിക്കാൻ സാധ്യതയുള്ള അത്രയും കാലം പരസ്യപ്പെടുത്തിയാൽ മതി. ചാട്ടവാറ്, വടി പോലുള്ള വസ്തുക്കളുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് അനുവദിച്ചു. അത് കണ്ടെടുക്കുന്നവർക്ക് അത് ഉപയോഗിക്കാൻ. പത്രങ്ങളിൽ പരസ്യം കൊടുക്കുകയാണെങ്കിൽ പരസ്യ ചെലവ് വസ്തുവിൻ്റെ ഉടമ വഹിക്കേണ്ടതാണ്. മറ്റൊന്ന്, മുയൽ, ആട് തുടങ്ങിയ വേഗം അപകടത്തിന് വിധേയമാക്കാൻ സാധ്യതയുള്ള വളർത്തുമൃഗങ്ങളാണ് കണ്ടുകിട്ടിയതെങ്കിൽ അവയെ തടഞ്ഞു വെച്ച് പരസ്യപ്പെടുത്തി ഉടമ അന്വേഷിച്ച് വരാൻ സാധ്യതയുള്ള സമയം വരെ കാത്തിരിക്കുകയും പിന്നെ അവയെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉപയോഗപ്പെടുത്തുകയുമാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിനക്കോ നിൻ്റെ സഹോദരനോ ചെന്നായക്കോ ഉള്ളതാണ്. എന്നാൽ വലിയ മൃഗങ്ങളായ പശുവോ ഒട്ടകമോ തുടങ്ങിയവയുടെ കാര്യത്തിൽ ഈ നിലപാട് സ്വീകരിക്കേണ്ടതില്ല. അവയ്ക്ക് സ്വയം രക്ഷയ്ക്കുള്ള കഴിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അവയെ സംബന്ധിച്ചിടത്തോളം നിനക്കെന്തു കാര്യം? അവയുടെ പാദരക്ഷയും കുടിവെള്ളവും അവയോടൊപ്പമുണ്ട്. വെള്ളം കുടിച്ചും സസ്യങ്ങൾ തിന്നും അവ ഉടമയുടെ അടുക്കലെത്തും. അപ്പോൾ അയാൾ അവയെ വീണ്ടെടുക്കുകയും ചെയ്യുമെന്ന് ബുഖാരിയിലെ ഹദീസാണ്. പിന്നെ വീണ് കിട്ടിയ സാധനം ഉപയോഗിക്കാമോ? അത് പോക്കറ്റിലിട്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉണ്ടാവും സംശയങ്ങളൊക്കെ. വീണ് കിട്ടിയ സാധനം നിശ്ചിത കാലം വരെ പരസ്യപ്പെടുത്തണം. ആ കാലത്ത് ഉപയോഗിക്കാതെ സൂക്ഷിക്കണം. പിന്നെ ഉടമയെ കണ്ടെത്തിയില്ലെങ്കിൽ സ്വന്തമായി ഉപയോഗിക്കാം. പിൽക്കാലത്ത് ഉടമയെ കണ്ടെത്തിയാൽ കൊടുക്കുകയും വേണം. വീണ് കിട്ടിയ സാധനം പോക്കറ്റിലിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം സാധുവാകും. ലഭിച്ചത് 1 വർഷം തികയുന്നതിന് മുമ്പ് പ്രസ്തുത വസ്തു ഉപയോഗിക്കാനാണ് പോക്കറ്റിലിട്ടതെങ്കിൽ അത് കുറ്റമാണ്. സൂക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണെങ്കിൽ അത് അനുവദനീയവുമാണ് എന്നാണ്. മറ്റൊന്ന്, ഈ വീണ് കിട്ടിയ സാധനം ഇന്നയാളുടേതാണെന്ന് മനസ്സിലാക്കി എടുത്തു അയാളുടേതല്ലെന്ന് വ്യക്തമായാൽ എന്ത് ചെയ്യണം എന്നാണ്. പരസ്യം ചെയ്ത് ഉടമയെ കണ്ടെത്തി കൊടുക്കണം എന്നതാണ് അതിനൊക്കെ മറുപടി ഉണ്ടാവുക. മറ്റൊന്ന്, കുട്ടികൾക്ക് വീണ് കിട്ടിയ വസ്തുക്കൾക്ക് എന്ത് ചെയ്യണമെന്നും ചോദിക്കുന്നവരുണ്ടാകും. ആ വസ്തു കുട്ടികളിൽ നിന്ന് രക്ഷിതാവ് വാങ്ങി നിശ്ചിതകാലം ഉടമയെ അന്വേഷിക്കേണ്ടതാണ്. കുട്ടി അന്വേഷിച്ചാൽ മതിയാകുന്നതല്ല. കുട്ടിയിൽ നിന്ന് രക്ഷിതാവ് അത് വാങ്ങാതിരിക്കുകയും അത് നഷ്ടപ്പെടുകയും ചെയ്താൽ രക്ഷിതാവാണ് ഉത്തരവാദിയാണ്. എന്നാൽ നിശ്ചിത കാലം അന്വേഷിച്ചതിന് ശേഷം ഉടമയെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ആ വസ്തു കുട്ടിക്ക് നൽകാവുന്നതാണ്. പക്ഷേ പിന്നീട് ഉടമസ്ഥനെ കണ്ടെത്തിയാൽ കുട്ടിയുടെ സ്വത്തിൽ നിന്ന് കടം വീട്ടേണ്ടി വരും. രക്ഷിതാവ് കുട്ടിയെ കടക്കാരനാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവൻ തന്നെ ആ വസ്തു സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഖാദിയുടെയോ മറ്റു വിശ്വസ്തരുടെയോ അടുക്കൽ സൂക്ഷിക്കാൻ കൊടുക്കുകയോ ആണ് വേണ്ടത് എന്നാണ് മിൻഹാജ് മഹല്ലി 116 പറയുന്നത്. അപ്പോൾ സാധാരണ നിലക്ക് 1 കൊല്ലക്കാലമാണ് ഉടമസ്ഥനെ അന്വേഷിക്കേണ്ടത്. ഉടമസ്ഥനെ കണ്ടെത്താൻ വേണ്ട വിധം പലപ്പോഴായി പരസ്യപ്പെടുത്തണം. പരസ്യപ്പെടുത്തുമ്പോൾ വസ്തുവിൻ്റെ വിശേഷണങ്ങൾ ചിലത് മാത്രമേ പറയാവൂ, മുഴുവൻ പറയാൻ പാടില്ല. ഇതാണ്
വീണ് കിട്ടിയ സാധനത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.